Hi, my dear friends. Good morning. Welcome back to our chemistry class. Today we are moving to the last session of the lesson 6 Combustion and Flame. From the last class, we have studied about what is a fuel, what are the characteristics of an ideal fuel, what is meant by fuel efficiency, and finally we learned about calorific value. Today we are going to the last topic, that is what are the harmful products or what are the harmful effects of burning of a fuel. We learned so many things about fuel and combustion. So today we will discuss about what are the harmful effects of burning of fuel. We know that many harmful effects are arising due to the burning of fuel. The increasing fuel consumption has harmful effects on the environment. Carbon fuels like wood, coal, petroleum release unburned carbon particles. These fine particles are dangerous pollutants causing respiratory diseases such as asthma. നമുക്കറിയാം കാർബൺ ഫ്യൂവൽസായ വുഡ്, കോൾ, പെട്രോളിയം ഇതൊക്കെ കത്തിക്കഴിയുമ്പോൾ ദേ ആർ പ്രൊഡ്യൂസിങ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ്. അവ അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ വെരി ഹാംഫുൾ പൊല്യൂട്ടൻസ് in our environment and that causing respiratory diseases such as asthma. Incomplete combustion of these fuels gives carbon monoxide gas. It is a very poisonous gas. It is dangerous to burn coal in a closed room. The carbon monoxide gas produced can kill persons sleeping in that room. നമുക്കറിയാം കോൾ അല്ലെങ്കിൽ കാർബൺ ഫ്യൂവൽസ് ഒക്കെ കത്തിയാൽ കാർബൺ മോണോക്സൈഡ് ഗ്യാസാണ് എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ദാൻ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ആണ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ്. അതെന്ത് ചെയ്യും? ഇപ്പോൾ ഒരു ക്ലോസ്ഡ് റൂമിൽ ഒരാൾ കോൾ, അതായത് തണുപ്പ് കാലത്ത് ചില രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും റൂമിൻ്റെ ഉള്ളിൽ തീ കായുന്നത് അല്ലേ. അപ്പോൾ ക്ലോസ്ഡ് റൂമിലാണ് അത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് അവിടെയുള്ള ആൾക്കാർ മരിക്കാൻ തന്നെ കാരണമാകും. കാരണം ഈ കോൾ കത്തുന്നത് വഴി കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ മോണോക്സൈഡ് ഗ്യാസ്, അതായത് ക്ലോസ്ഡ് റൂമാണെങ്കിൽ അതിൽ ഇങ്ങനെ നിറയും. അപ്പോൾ അതെന്താണ്, അത്രയും പോയ്സണസ് ആണ്. അത് അവിടെയുള്ള ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ തന്നെ കാരണമാവും. അത്രത്തോളം പൊല്യൂട്ടൻ്റാണ്, അത്രത്തോളം ഹാംഫുള്ളാണ് ഈ കാർബൺ, പോയ്സണസ് ആണ് ഈ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഗ്യാസ്. Combustion of most fuels releases carbon dioxide in the environment. Increased concentration of carbon dioxide in the air is believed to cause global warming. What is meant by global warming? Yes, global warming is the rise in temperature of the atmosphere of the earth. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ചൂട് കൂടുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ചൂടും കൂടും, ടെമ്പറേച്ചറും കൂടും. ഇത് എന്തിന് വഴിതെളിക്കും? അതെ, ഗ്ലോബൽ വാർമിങ്ങിന്, ആഗോള താപനത്തിന് വഴിതെളിയിക്കുന്നു. ദിസ് ഗ്ലോബൽ വാർമിംഗ് റിസൾട്ട്സ് എമംഗ് അതർ തിങ്സ് ആൾസോ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോസ്ഡ് ഓർ global warming results in the melting of polar glaciers, which leads to a rise in the sea level,
കോസിങ് ഫ്ലഡ്സ് ഇൻ ദി കോസ്റ്റൽ ഏരിയാസ്. അതായത് ഗ്ലോബൽ വാർമിംഗ് വഴി ഗ്ലേസിയേഴ്സിലെ പോളാർ ഗ്ലേസിയേഴ്സ്, അതായത് നമുക്കറിയാം ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകാൻ കാരണമാകുന്നു. അത് വെള്ളപ്പൊക്കത്തിന്, അതായത് കടൽ തീരങ്ങളിൽ അല്ലെങ്കിൽ സീ ലെവലിൽ ഉള്ള ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ സീയുടെ അടുത്തുള്ള ഏരിയാസിലൊക്കെ എന്ത് ചെയ്യും, ഫ്ലഡ് ഉണ്ടാവാൻ കാരണമാകുന്നു അല്ലേ. ലോ ലയിങ് കോസ്റ്റൽ ഏരിയാസ് മേ ഈവൻ ബി പെർമനൻ്റ്ലി സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ. അതായത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവാൻ കാരണമാകുന്നു. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. മഞ്ഞുരുകി ലോ ലയിങ് ഏരിയാസൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവും. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചാൽ മാത്രമാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ് ടെമ്പറേച്ചർ, എൻവയോൺമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ കാരണം അല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽസിൻ്റെ എമൗണ്ട് കുറച്ചേ പറ്റുള്ളൂ. ആ രീതിയിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ആൾസോ എ dangerous effect of burning of fuel. Burning of coal and diesel releases sulfur dioxide gas. It is an extremely suffocating and corrosive gas. Moreover, petrol engines give off gaseous oxides of nitrogen. Oxides of sulfur and nitrogen dissolve in rainwater and form acids. Such rain is called acid rain. It is very harmful for crops, buildings and soil. നമുക്കറിയാം ബേണിംഗ് ഓഫ് കോൾ ആൻഡ് ഡീസൽ, അതായത് കോൾ, ഡീസൽ ഇവ കത്തുന്നത് വഴി സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. ഇറ്റ് ഈസ് എക്സ്ട്രീംലി സഫോക്കേറ്റിംഗ് ആൻഡ് കൊറോസീവ്. സഫോക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടും അല്ലേ. അത്രത്തോളം ഡേഞ്ചറസ് ആണ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ പെട്രോള് കത്തിക്കഴിഞ്ഞാൽ എന്തും റിലീസ് ചെയ്യും, നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. കോൾ, ഡീസൽ ഇവ കത്തുന്നത് വഴി സൾഫർ ഡയോക്സൈഡ് ഗ്യാസും പെട്രോൾ എൻജിൻസ് വർക്ക് ചെയ്യുന്നത് വഴി നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഇവ രണ്ടും പിന്നെ റെയിൻ വാട്ടറിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അത് ആസിഡ് റെയിനായിട്ട് മാറും. അതായത് മഴ പെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലെ സൾഫർ ഡയോക്സൈഡ് ഗ്യാസും നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസും മിക്സ് വിത്ത് റെയിൻ വാട്ടർ or they dissolve in rainwater and form acid rain. Such acid rains are very harmful for crops, buildings and soils. അതായത് ഇത് പതിക്കുന്ന ക്രോപ്സ്, വിളകൾക്ക്, ബിൽഡിങ്സിന്, സോയിലിന് ഒക്കെ എഫക്റ്റ് ചെയ്യും. അതായത് ഹാംഫുള്ളാണ് ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതിൽ ആസിഡ് കണ്ടൻറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് വിളകളെ നശിപ്പിക്കും, ബിൽഡിങ്ങിനെ നശിപ്പിക്കും, സോയിലിൻ്റെ ഫെർട്ടിലിറ്റീനെ ബാധിക്കും. അപ്പോൾ ഇത്രത്തോളം ഹാംഫുൾ എഫക്റ്റാണ് ഈ ബേണിംഗ് ഓഫ് ഫ്യൂവൽ വഴി നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. ദ യൂസ് ഓഫ് ഡീസൽ ആൻഡ് പെട്രോൾ ആസ് ഫ്യൂവൽസ് ഇൻ ഓട്ടോമൊബൈൽസ് ഈസ് ബീയിങ് റീപ്ലേസ്ഡ് ബൈ CNG because CNG produces the harmful products in very small amounts. നമുക്കറിയാം ഈ കോൾ, പെട്രോൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ദാറ്റ് ഈസ് CNG ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഹാംഫുൾ എഫക്ട്സ് ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാം. കാരണം CNG it is a less polluting fuel. It is not harmful for environment. It is a less polluting fuel. It is a cleaner fuel. അല്ലേ, CNG എന്ന് പറയുന്നത് ലെസ് പൊല്യൂട്ടിംഗ് ആണ്, ഒരു ക്ലീനർ ഫ്യൂവലാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഈ അറ്റ്മോസ്ഫിയറിനെ, എൻവയോൺമെൻറ്റിനെ ഈ ഹാംഫുൾ എഫക്ട്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. We can replace this coal and petroleum and diesel by CNG and we can avoid these harmful effects in our environment. Dear children, these are the harmful effects of burning of fuel. We know that all are very dangerous for us, so be aware about
the burning of fuel and reduce the use, maximum we reduce the usage of fuels, okay, and conserve our nature and environment. So children, our sixth lesson over. In the next class, we will discuss the exercise part. Children, all of you should read the textbook thoroughly and ask your doubt at the time of the discussion. Thank you.